ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസാ. അടുത്ത പടത്തിലെ ഹീറോ. ഇനി താൻ പടം പിടിക്കുമ്പോ ഇവനെ നായകനാക്കി പടം പിടിച്ചാ മതി കേട്ടാ. മര്യാദക്ക് ഇവിടെ നിന്ന് ഗത എഴുതിക്കൊള്ളണം. ഗത പുഴുങ്ങി തീർത്താലേ നിലത്തിറക്കൂ. നിലത്ത് വന്നാലല്ലേ മോനെ സമ്മാനം. മതിയുടെ ഡയലോഗ് പുള്ളി എഴുതിക്കോളൂ. പോവാശാനെ. ഇവിടെ നിന്ന് കഥ പോയിക്കോ. ഞങ്ങൾ പോയിട്ട് വരാം. മാഷ് നിക്ക് അവിടെ നിക്ക്. മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഒരാളെ അടച്ചുപൂട്ടി കത്തി കാണിച്ചാൽ കഥയുണ്ടാവുമോ? ഭീഷണിപ്പെടുത്തിയാൽ സിനിമയുണ്ടാവുമോ? സാർ പ്ലീസ്. എന്ത് ഭ്രാന്താണിത്? സാർ ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല സാർ ഇതൊന്നും ചെയ്തത്. പിന്നെ എന്താണ് ഈ നടക്കുന്നത്? എനിക്കറിയില്ല സാർ. സാറിന് ഓർമ്മയുണ്ടോ? എൻ്റെ പേര് മോഹൻ എന്ന. മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒന്നുമില്ലെന്നാണ് ഞാൻ കരുതിയത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. നടക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിച്ച ആളായിപ്പോയി ഞാൻ. എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലോ. കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കോളും സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ. പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ? നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവുന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണം. ഇവിടെ ബുദ്ധി. അഭിനയം പഠിക്കാൻ അവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിനൊരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിന് പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ. ആടിച്ചിവന്റെ ഒക്കെ ഇനി ഒരു അച്ഛനും വേണ്ടി ചവിട്ടി പണ്ടം പൊട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റണോ നിനക്കൊക്കെ? കണ്ടിടുന്നീയൊക്കെ നിന്നെയൊക്കെ ഒടേ തമ്പുരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ. സിനിമാക്കാർക്ക് എന്താണ് 2 കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്ര ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് തെണ്ടിയും തെറുകേട്ടും തെണ്ണിച്ചും തന്നെയാടാ എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ ഇടക്കറിയപ്പോ നിനക്കൊക്കെ ചാൻസ് ചോദിച്ചു വരുന്നവരോടൊരു പോയി ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ അറിയി തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതെ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. പോലീസ് വാ. കേരള പന്നികളാ.
ചാടിപ്പോലടാ. സാർ സത്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? ആരാണ് താങ്കൾ തട്ടിക്കൊണ്ടുപോയത്? സാറിന് തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം എന്താ? ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു. സാർ ഇതിലെന്തെങ്കിലും സിനിമാ ബന്ധമുണ്ടോ? സാർ താങ്കൾ ഒന്നും പറയാതെ പോകുകയാണ് സാർ. എനിക്കൊന്നും പറയാനില്ല. സാർ ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണമായിരുന്നു. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. തട്ടിക്കൊണ്ടുപോയതിൽ താങ്കൾക്ക് ഒരു പരാതി ഇല്ലെന്നാണോ? എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എങ്കിലല്ലേ പരാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. വണ്ടിയെടുക്കും. സാർ തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പൊ പ്രതികളെന്ന് കരുതി പിടിച്ച ഇവരെ എന്ത് ചെയ്യും സാർ? പുഴുങ്ങി തിന്നും. ഇറങ്ങി വെറും അല്ല. അയാൾക്ക് പരാതിയില്ല, പിന്നെ നമുക്കാണ് സുഖേട്. ഇറങ്ങി പാടല്ല. നിന്റെയൊക്കെ ഇളി ഞാൻ മാറ്റി തരാടാ. എന്തെങ്കിലും ഒരു കേസിൽ നിന്നെയൊക്കെ എന്റെ കിട്ടും. കുറിച്ച് വെച്ചോടാ. വണ്ടി എടുക്കണം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. പക്ഷെ മാഷ് കണ്ട് പഠിച്ചതല്ലേ. വിശക്കുമ്പോ തിന്നണം, കിടക്കുമ്പോ ഉറങ്ങണം, അത്രേ ഉള്ളൂ ഞങ്ങൾ. മാഷയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ പെട്ട പാടൊക്കെ മുകളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. മാഷൊരിക്ക് വലിയ അളവും അത് ഷുവറാണ്. അപ്പൊ ഞങ്ങളെ കണ്ട മറക്കാതിരുന്നാ മതി. കാണുമ്പോ ഒരു സലാം, അത് മതി. പോണേണ് മാഷേ.